നല്ല കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കും ശരിയായ നിലയിൽ പ്രയോജനപ്പെടണം. അടുത്ത 5 വർഷം മോദി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മുടങ്ങാതെ നമ്മുടെ മലയാളികൾക്ക് ലഭ്യമാകും. മോദി നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 400 സീറ്റിലധികം നേടി മോദി സർക്കാർ 3ാം പ്രാവശ്യവും അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനെയും LDFിനെയും ആളുകൾക്ക് വിശ്വാസമില്ലാത്തതും അതുകൊണ്ടാണ്. മോദി എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ചെയ്തിട്ടുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി വെറും പാഴ്വാക്കല്ല. പിണറായി വിജയൻ പറഞ്ഞ പോലെ സർക്കാർ ഒപ്പമുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ആർക്കൊപ്പം ഉള്ളത്? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടോ? മോദിയുടെ ഗ്യാരണ്ടിയിൽ പറഞ്ഞതെല്ലാം നടപ്പായിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെ? മോദിയുടെ പുതിയ ഗ്യാരണ്ടി അദ്ദേഹം പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ. ജനങ്ങളെല്ലാം വിശ്വസിക്കും. എന്താ കാരണം? ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു പ്രോജക്ട് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് അദ്ദേഹം നടപ്പാക്കി കാണിച്ചിട്ടുണ്ട്. അത് ആർക്കും അതിൽ സംശയമില്ല. കിട്ടിയവർക്കെല്ലാം അറിയാം. രോഗം വന്നിട്ട് കഷ്ടപ്പെടുന്നവർ, ആയുഷ്മാൻ കാർഡ് ഉള്ളവർക്ക് അവരുടെ ആശുപത്രി ചെന്ന 1 രൂപയുടെ ചെലവില്ല. ഇപ്പൊ മോദി പറയുന്നു ഇനി APL ആണോ BPL ആണോ കാറ്റഗറി ഒന്നുമില്ല. 70 കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും എന്തുമാത്രം ആശ്വാസമാണ് നിങ്ങൾ ആലോചിച്ചു. നമുക്ക് പരമാവധി ആളുകൾക്കെല്ലാം പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് 70 വയസ്സാണ്. 1 രൂപയുടെ ചെലവ് ഇനിയില്ല. BPL ആണോ APL ആണോ ദാരിദ്ര്യക്ക് മുകളിലാണോ ഒന്നും ഇനി ആൾക്കാർ നോക്കില്ല. മോദിയുടെ ഗ്യാരണ്ടി 70 വയസ്സ് പൂർത്തിയായോ എല്ലാവർക്കും കാർഡ് കിട്ടും. ഇത് ജനങ്ങൾ വിശ്വസിക്കും. എന്താ കാരണം? നടപ്പായി കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഗ്യാരണ്ടി. മോദി 5 കൊല്ലത്തേക്ക് സൗജന്യ റേഷൻ നീട്ടി. എല്ലാരും വിശ്വസിക്കും. 3 കൊല്ലമായി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മോദി എന്തെല്ലാം പറഞ്ഞു? 6000 രൂപ കിസാൻ സമ്മാൻ നിധി കിട്ടുമെന്ന് പറഞ്ഞു. ഇനി ചിലപ്പോ കൂടും. ജനം വിശ്വസിക്കും. എന്താണ്? ഒരൊറ്റ ദിവസം ഒഴിവില്ലാതെ അല്ലേ ആരും കൊണ്ടുവരണ്ട. അപ്പൊ കക്ഷത്ത് പത്രവും ജന്മഭൂമിയും വെച്ച് അല്ലെ ദേശാഭിമാനിയും വെച്ച് വീട്ടിൽ കൊണ്ടുവരണ്ടല്ല. നമ്മളൊരു ബട്ടൺ മോദി അവിടുന്ന് അമർത്തുമ്പോ നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലും കിട്ടും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. പിണറായി വിജയന്റെ പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ മുടങ്ങുന്നു. വിഷു ആയിട്ടും കിട്ടുന്നില്ല, ഈസ്റ്റർ ആയിട്ടും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. മോദി ഇന്നേ വരെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും. 6000 തരുമെന്ന് പറഞ്ഞു. ഇവിടെ കൃഷി വകുപ്പ് അവരുടെ ലാൻഡിന്റെ ടാക്സ് അടച്ച റെസീറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ മുടങ്ങി. ചെങ്ങന്നൂർക്കാരെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തില്ലേ? എത്ര ആൾക്കാർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? മോദിയുടെ കുറ്റമല്ല, ഇവര് കൊടുക്കാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തും പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും നരേന്ദ്രമോദി. അത് 370ാം വകുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ റദ്ദാക്കിയിരിക്കും നരേന്ദ്രമോദി. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന് മോദി പറഞ്ഞു. മന്ദിർ വഹീം ബനായെങ്കെ വഹീം ബനായെങ്കെ. അവിടെ തന്നെ പണിഞ്ഞു. ആർക്കും പരാതിയില്ല. മുസ്ലിങ്ങൾക്ക് വേറെ സ്ഥലം കൊടുക്കും, അവര് നല്ല പള്ളി ഉണ്ടാക്കും. മോദി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? വന്ദേ ഭാരത് തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയപ്പോ ആദ്യത്തെ ലോട്ടിൽ കേരളത്തിൽ വന്ദേ ഭാരത്, ലോട്ടിൽ കേരളത്തിൽ വന്ദേ ഭാരത് തന്നില്ല. 2 തന്നു. ഇനിയിപ്പോ വീണ്ടും വരുന്നു. ദേശീയപാത വികസിപ്പിക്കും എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു 25% ഞങ്ങൾ തരാം. അയാള് കാലം മാറി. മോദി കാലം മാറിയില്ല. 25% തരാമെന്ന് പറഞ്ഞിട്ട് കാലു മാറി പിണറായി വിജയൻ. പക്ഷേ മോദി കാലു മാറിയില്ല. അതെല്ലാം ഇപ്പൊ തുടരുകയാണ്. ഏതാ നിങ്ങൾ നോക്കൂ. ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടികളോട് പറഞ്ഞു 5000 രൂപ തരാം. ഇന്ത്യയിൽ ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ അമ്മമാരുടെ പ്രസവിച്ച അമ്മമാരിയിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അല്ലെ? ഫസ്റ്റ് പ്രസവത്തിന് ഗർഭസ്ഥ ആയ ആ ദിവസം മുതൽ കുഞ്ഞിന് പോഷകാഹാരം കിട്ടും. 5000 രൂപ മുതൽ. വാക്ക് പാല് ഇതുവരെ തെറ്റിച്ചിട്ടില്ല. സുകന്യ സമൃദ്ധി യോജന, ഓരോന്നോരോ നിങ്ങൾ നോക്കും. ജൽജീവൻ മിഷൻ, ഗ്യാസ് സിലിണ്ടർ, ജൻ ഔഷധി 80% കുറവാണ്. 100 രൂപയുടെ മരുന്ന് വാങ്ങുന്ന ആൾക്കാർ 20 രൂപയ്ക്ക് കിട്ടും. മോദി പറഞ്ഞ വാക്ക് തെറ്റിച്ചോ? പിണറായി വിജയൻ എന്തെല്ലാം പറഞ്ഞു? സർക്കാർ ഒപ്പമുണ്ടെന്ന് പറഞ്ഞു. ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരുന്നു പറഞ്ഞു. കള്ളന്മാര് കൊണ്ടുവന്നോ? ക്യൂബയിലേക്ക് നമ്മൾ വാക്സിൻ കയറ്റി അയച്ചു. 2 ഡോസ് വാക്സിനും 1 ബൂസ്റ്റർ ഡോസും മോദി എല്ലാ പൗരന്മാർക്കും കൊടുത്തു ഫ്രീ ആയിട്ട്.
എന്തെല്ലാം മോദി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്തു. മോദി പറഞ്ഞതേ കിട്ടുന്നുള്ളൂ. കോവിഡ് കാലത്ത് അമ്മമാർക്ക് പിണറായി വല്ലതും കൊടുത്തോ? നിങ്ങളെല്ലാം ജൻധൻ അക്കൗണ്ടിൽ 500 രൂപ 1500 രൂപ വന്നില്ലേ? ഏത് സർക്കാർ കൊടുത്തിട്ടുണ്ട്? പിണറായി വിജയന്റെ സൗജന്യ ഉപദേശം അല്ലാതെ എന്താ ഉണ്ടായിരുന്നത്? അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാലും പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികൾ മാത്രമേ പാവപ്പെട്ടവരുള്ളൂ. വീട് കയറാൻ പോകുമ്പോൾ ആൾക്കാർ പറയുന്നില്ലേ, ഞങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി പിണറായി വിജയനാണ് തരുന്നത്, അല്ല പിണറായി വിജയനല്ല മോദിയാണ് തരുന്നത്. അപ്പോഴോ ഇനിയും കിട്ടണം. അപ്പൊ നിങ്ങൾ ചോദിക്കണം എന്തൊക്കെ കിട്ടി? 5ഉം 6ഉം പദ്ധതികൾ കിട്ടാത്ത വീടുകളില്ല. ഇനിയും കിട്ടാനുണ്ട് പലതും നമ്മൾക്കറിയില്ല. 18 തൊഴിലെടുക്കുന്ന പാവപ്പെട്ടവർക്ക് PM വിശ്വകർമ്മ യോജന. നമ്മൾ വരുമ്പോ നോയിക്കോ, മരാശാരി, കല്ലാശാരി, സ്വർണ്ണപ്പണിക്കാരൻ, പൂമാല കെട്ടുന്നവൻ, ചെരുപ്പ് കുത്തുന്നവൻ, ഇന്നേവരെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടാവും. ടൂൾ കിറ്റിന് 15,000, ഒരു വർഷം, ആദ്യത്തെ വർഷം 1 ലക്ഷം, ശരിയായി നടത്തിയ അടുത്ത വർഷം 2 ലക്ഷം. നിങ്ങൾ ഇവിടെ ഈ ചെങ്ങന്നൂരിലും മുളക്കടയിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ ഉന്തുവണ്ടി കട നടത്തുന്നവരോട് ചോദിക്കണം, BJPയുടെ മോദിയുടെ മഹത്വം എന്താണ്? ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉന്തുവണ്ടിക്കാരനെ പരിഗണിച്ചിട്ടുണ്ടോ? ചെരുപ്പ് കുത്തിയെ പരിഗണിച്ചിട്ടുണ്ടോ? PM സ്വനിധി 10,000, 20,000, 30,000 മോദി പറഞ്ഞു കൊടുത്തു. പിണറായി വിജയൻ പറഞ്ഞ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മുദ്രാ വായ്പ ഇപ്പൊ പുതിയ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുക 20 ലക്ഷമായി. ഒരു ഈടില്ല, 1 രൂപയുടെ ഈടില്ലാതെ, ഒരു സ്ഥലം പണയം വെക്കാതെ, ഒരു വീട് പണയപ്പെടുത്താതെ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ മോദി അല്ലാതെ വേറെ ആര് തരുന്നു? ഈ പിണറായി വിജയൻ 1 ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്താലേ നമ്മുടെ ആധാരം മുഴുവൻ പോയില്ലേ, പിന്നെ അത് നമുക്ക് നഷ്ടമായില്ലേ? ഇപ്പൊ അതല്ലേ കോപ്പറേറ്റീവ് കൊള്ളാം. 1 രൂപയുടെ ഈടില്ലാതെ 20 ലക്ഷം, ചെറുപ്പക്കാരുടെ ലക്ഷം. അപ്പൊ ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇത് നമുക്കിവിടെ ശരിയായി നടപ്പാണെങ്കിൽ നമ്മുടെ MP-മാര് വേണം. വേറെയുള്ള MP-മാര് വന്നാൽ അവരൊന്നും ഇതിലൊന്നും താല്പര്യമില്ല. ആയുഷ്മാൻ ഭാരത് ഇവിടെ എല്ലാവർക്കും കിട്ടിയില്ല. ഏതെങ്കിലും ഒരു MP പറഞ്ഞോ, ഈ കൊടിക്കുന്നിൽ സുരേഷ് എത്ര കൊല്ലായി അവൻ ഇവിടുന്ന് പോകുന്നു, എന്തെങ്കിലും ഒരു പ്രയോജനം ഈ നാടിനുണ്ടായി? ഏതെങ്കിലും ഒരു കാര്യം അത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ? മോദി ഒടുക്കുന്നതിനൊക്കെ ഫ്ലക്സ് അടിച്ച് വെക്കുക ഇവിടെ വന്നിട്ട് പാർലമെന്റിൽ പോയിട്ട് സമരം ചെയ്യുക, സ്തംഭിപ്പിക്കുക, ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തുക, ബാറ്ററിയുമായിട്ട് തിരിച്ചു വരിക, എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ MP ആണെന്ന് പറയും. ഇതല്ലേ കേരളത്തിലെ MP-മാര് ചെയ്യുന്നത്? ഇനി നമ്മൾ അയക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല. അതിന് പകരം വർഗീയത ആളി കത്തിക്കല്ലേ. PDP-നെ കൂട്ടിയിരിക്കുന്നു, കോൺഗ്രസ്സുകാരെ മറ്റേ PFI-നെ കൂട്ടിയിരിക്കുന്നു, ഇപ്പതാ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി വെൽഫെയറിനെ കൂട്ടിയിരിക്കുന്നു. വർഗീയത ആളി കത്തിക്കുക. CA അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ CA എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടാക്കും? ഇവിടെ ആരെങ്കിലും പൗരത്വം പോയിട്ടുണ്ടോ? ക്രിസ്ത്യാനികൾ കേരള സ്റ്റോറി കാണുന്നു, അതാണ് ഇപ്പൊ ഭയങ്കര വേവലാതി. എന്താ കേരള സ്റ്റോറി കണ്ടാൽ ഇവിടുത്തെ സിനിമയല്ലേ? ജനങ്ങളെ പ്രശ്നമാണോ ഇത്? വർഗീയത ആളി കത്തിച്ച് ഇവിടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ വീണ്ടും അധികാരത്തിൽ വരാം എന്നുള്ള ധാരണയിലാണ് ഈ 2 മുന്നണികളും. ആ ധാരണ തിരുത്താനുള്ള 1-ാം തരം അവസരമാണ് 26-ാം തീയതി വന്നിരിക്കുന്നത്. വികസനം വേണം, നാട് നന്നാവണം. ഇത്രയും കാലം ഇവര് മാറി മാറി ഭരിച്ച് ഇങ്ങനെ ആക്കി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ്. മോദി അധികാരത്തിൽ വരും, 400 സീറ്റ് കിട്ടും. നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവിയുടെ പ്രശ്നം. നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കണം, നല്ല കോളേജ് വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, തൊഴിലവസരങ്ങൾ വേണം, നല്ല ആരോഗ്യ സംവിധാനങ്ങൾ വേണം, നല്ല സംരംഭങ്ങൾ ആരംഭിക്കണം, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇതിനെല്ലാം മോദി വേണം. മോദിയുടെ ആൾ ഇവിടെ ജയിക്കണം. അതാണ് NDA കേരളത്തിൽ പറയുന്നത്. ഈ മാവേലിക്കര മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നം കുടമാണ്. അപ്പൊ നമ്മളെല്ലാവരും കുടം അടയാളത്തിൽ വോട്ട് ചെയ്ത്, അത് മോദിക്ക് തന്നെയാണ്, അല്ലാതെ മറ്റാർക്കുമല്ല. മോദി ഒറ്റ ആളേ ഉള്ളൂ സ്ഥാനാർത്ഥി. ബൈജു കലാശാലയുമില്ല, K സുരേന്ദ്രനുമില്ല, രാജീവ് ചന്ദ്രശേഖരനുമില്ല, ശോഭാ സുരേന്ദ്രനുമില്ല. നമുക്ക് ഒരേ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ആരാണ്? മോദിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ആ മോദിക്കാണ് നമ്മുടെ പിന്തുണ. മോദിയുടെ വികസനമാണ് അവിടെ നടപ്പാവേണ്ടത്. നിങ്ങളെല്ലാവരും ഈ 26-ാം തീയതി മോദിജിക്ക് വോട്ട് നൽകി NDA വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.